ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാണ് ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അതുല്യമായ ആരാധനയ്ക്ക് യോഗ്യമായ ആ നാമത്തിൽ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗലാത്യലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ വേദനയോടുകൂടിയ ആത്മഭാരത്തോടുകൂടിയ ദൈവാത്മപ്രേരിതമായ ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ വായിച്ചത്. ഗലാത്യയിലുള്ള വിശ്വാസികളെ പൗലോസ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അവരോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. അതിനുവേണ്ടി ഞാൻ പിന്നെയും ഒരു സ്ത്രീ പ്രസവ വേദനപ്പെടുന്നത് പോലെ വേദനപ്പെടുകയാണ്. ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചാൽ, ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്ന ആളുകൾ ദൈവത്തെ അറിഞ്ഞും ദൈവം അവരെ അറിഞ്ഞും ഇരിക്കെ തന്നെ അവർ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പിന്നെയും അടിമപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ് പൗലോസ് ഇത് പറയുവാനുള്ള കാരണം. അതിന് തെളിവായിട്ട് അവർ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു എന്നാണ് പൗലോസ് കണ്ടെത്തിയത്. ഗലാത്യലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടും. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് ദൈവത്തെ അറിഞ്ഞ ആളുകൾ വീണ്ടും തിരിഞ്ഞു പോകുന്നു. ജാതികളുടെ ആചാരങ്ങളും വഴികളും അവർ പഠിക്കുന്നു. അതുകണ്ട് മനസ്സു വേദനിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിൽ ഇതുവരെ ക്രിസ്തു ഉരുവായിട്ടില്ല. ഇത് ക്രിസ്മസ് കാലമാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ, ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നതായ പല പ്രവർത്തനങ്ങൾ, ജാതികൾക്ക് സമമായി കാട്ടിക്കൂട്ടുന്നതായ ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങൾ, ഇതൊക്കെ ക്രിസ്തു ഉരുവാകാത്തതിൻ്റെ കുഴപ്പങ്ങളല്ലേ? ഒരു വ്യക്തിയിൽ ക്രിസ്തു ഉരുവായാൽ ആ വ്യക്തിയുടെ ജീവിതം എത്ര ധന്യമേറിയതായിരിക്കും. ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും ക്രിസ്തു ഉരുവായിട്ടുള്ളവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം. പൗലോസ് പറയുന്നു, ഞാൻ പ്രസവ വേദനപ്പെടുന്ന ഒരു സ്ത്രീയെപ്പോലെ വേദനിക്കുകയാണ്. കാരണം ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഇത് പൗലോസിൻ്റെ വലിയൊരു പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം അതിന് കൊടുക്കേണ്ട വില എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പുതുക്കം ആവശ്യമായിരിക്കുന്നത് നമ്മുടെ മനസ്സിനാണ്. മനസ്സ് പുതുക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവഹിതം തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനെ തന്നെ നിങ്ങൾ ധരിച്ചുകൊള്ളുവീൻ. നമ്മുടെ ശരീരം മറയ്ക്കുവാൻ, നാണം മറയ്ക്കുവാൻ വസ്ത്രം ശരീരത്തിൻ്റെ മീതെ ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നാം ധരിക്കുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്.
ക്രിസ്തു ഉരുവായാൽ നാം ചിന്തിക്കുന്നത് സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഉയരത്തിലെ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. ക്രിസ്തു ഉരുവാകാത്ത ഒരു വ്യക്തിയിൽ മോഹങ്ങൾ ജനിക്കുന്ന നിലയിൽ ചിന്തിക്കുന്നത് മുഴുവൻ ജഡത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അങ്ങനെ ക്രിസ്തു ഒരു വ്യക്തിയിൽ ഉരുവായാൽ, ലോകത്തോട് അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ, യേശുക്രിസ്തുവിനെ ധരിച്ചാൽ, 2 കൊരിന്ത്യർ 3-18 വാക്യത്തിൽ അവർ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് പ്രിയരെ, ഈ ലോകം വിശുദ്ധന്മാർക്ക് യോഗ്യമല്ല. ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുമല്ല നാം വിശുദ്ധന്മാരാണ്. ദൈവം വേർതിരിച്ചവരാണ്. ജാതികളുടെ വഴിയിൽ ഒരിക്കലും നാം നടക്കുവാൻ പാടില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ കാറ്റിൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, വഷളായി പോകുന്ന ലോകത്തിൻ്റെ നടുവിൽ ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിനെ ധരിച്ചുകൊണ്ട്, മനസ്സ് പുതുക്കിക്കൊണ്ട് ജീവിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി